ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പം ഞാൻ ഇന്ന് ഒരു ട്രാവൽ ബ്ലോഗ് അല്ലെങ്കിൽ ഒരു ഹാഫ് ഡേ ഇൻ മൈ ലൈഫ് എന്നൊക്കെ വേണേൽ പറയാം. അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് ഞാൻ പോവുകയാണ്. ട്രിവാൻഡ്രത്താണ് പോകുന്നത്. അപ്പം ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഒരു വൈകുന്നേരം ഒരു 3 മണി കഴിഞ്ഞപ്പോഴാണ് കേട്ടോ ഇറങ്ങിയത്. നല്ല മഴക്കോളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് നാളായി പോയിട്ട് അപ്പം ഞാൻ കുറച്ച് ദിവസം അവിടെ പോയി നിൽക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ പോവാണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം മഴക്കോളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ കേട്ടോ. അപ്പോൾ പോകുന്ന വഴിക്ക് പെട്രോൾ അടിക്കണമായിരുന്നു. അങ്ങനെ പെട്രോൾ പമ്പിൽ നിന്ന് പെട്രോളൊക്കെ അടിക്കുന്ന സീനാണ് ഈ കാണുന്നത്. നല്ലൊരു മഴ ദൂരേന്ന് വരുന്നുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു, കുറേ നേരം എടുക്കുമല്ലോ, എന്തായാലും മഴ പെയ്തിരിക്കും. അപ്പോഴത്തേനും മഴ പെയ്തു ഗൈസ്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് നല്ല മഴയായിരുന്നു. അപ്പം നമ്മൾ ചായ ഒന്നും ഇതുവരെ കുടിച്ചൊന്നുമില്ലായിരുന്നു. അപ്പോൾ എനിക്ക് അത്യാവശ്യം തലവേദനയൊക്കെ തുടങ്ങുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങളൊരു സൈഡിലുള്ളൊരു തട്ടുകട മോഡൽ ഒരു കടയാണ്. അവിടെ നിന്ന് ചായയും പിന്നെ സ്നാക്സ് ഐറ്റംസും നോക്കിയപ്പം ബജിയും ഏത്തയ്ക്കാപ്പം ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഇങ്ങനെ നിർത്തിയിട്ടേക്കാണ്. നല്ലൊരു മഴക്കോള്, നല്ല രസമല്ലേ മഴ കഴിഞ്ഞുള്ള ആ ഒരു ആകാശം കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ബജിയും ചട്നിയൊക്കെ വാങ്ങിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല എരിവുള്ള ബജിയായിരുന്നു. പിന്നെ അതിൻ്റെ കൂടെ നമ്മുടെ ഇതും ബജി തന്നെയാണ്, മറ്റേ മുളക് ബജി, മറ്റേത് വാഴയ്ക്ക ബജിയായിരുന്നു. നല്ല ചായയൊക്കെ കുടിച്ച് നല്ല വയറൊക്കെ സെറ്റായി വീണ്ടും ട്രാവൽ തുടങ്ങി കേട്ടോ. ഭയങ്കര ദൂരമുണ്ട്. എൻ്റെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 3 മണിക്കൂർ അടുപ്പിച്ചോളം ഉണ്ട് കേട്ടോ. പോകുന്ന വഴിക്ക് മിഠായിയൊക്കെ കഴിച്ച് ഇങ്ങനെ പോവാണ്. എൻ്റെ വീട് ആലപ്പുഴ ജില്ലയിലാണ് കേട്ടോ. അപ്പം ട്രിവാൻഡ്രം വരെ എന്തായാലും ഒരു 3 hours ഉണ്ട്. ട്രാഫിക്കൊക്കെ വെക്കുവാണെങ്കിൽ 3ക്ക് മേളിൽ പോകും. അങ്ങനെ അത്യാവശ്യം ടയേർഡായിട്ടുണ്ടായിരുന്നു. ചായ കുടിച്ചു, എന്നാലും ഒരു തലവേദന എവിടേക്കോ ഉണ്ട്, ക്ഷീണമുണ്ട്, നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു രാത്രിയൊക്കെ ആവാൻ തുടങ്ങി കേട്ടോ. ഇരുട്ടി തുടങ്ങി. ഒരു 6 മണി 7 മണിയൊക്കെ ആയി കേട്ടോ. അപ്പോഴത്തേന് നല്ല വെളിയിൽ നല്ല ട്രാഫിക് ഉണ്ടായതുകൊണ്ട് ലേറ്റായി. അങ്ങനെ അവസാനം ഞാൻ വീടെത്തിയിട്ടുണ്ട്. മമ്മി അപ്പോഴത്തേന് പഴംപൊരിയും സംഭവമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ചായയും കുടിച്ചു, പഴംപൊരി കുറേ കഴിച്ചു. അപ്പോൾ എന്നെ വിട്ടിട്ട് അത്തച്ചി വീട്ടിൽ പോയി. അപ്പോൾ ഞാനിരുന്നിങ്ങനെ ചായ കുടിച്ച് ഇങ്ങനെ റെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നല്ല ടേസ്റ്റ് ഉള്ളതായിരുന്നു. കുറേ നാളായി മമ്മിയുടെ പഴംപൊരിയൊക്കെ കഴിച്ചിട്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതുപോലെ നല്ല ട്രാവൽ ചെയ്തതിൻ്റെ ആ ഒരു ക്ഷീണവും ഉണ്ട് കേട്ടോ. അപ്പം ഞാനിങ്ങനെ എൻ്റെ റൂമിലേക്ക് പോവാണ് കേട്ടോ. ലഗേജൊക്കെ ഉണ്ട്, അത്യാവശ്യം ലഗേജൊക്കെ ഉണ്ട്. കുറച്ച് ദിവസം നിൽക്കാൻ വേണ്ടിയാണല്ലോ വന്നത്. അപ്പോൾ അത്യാവശ്യം ലഗേജൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ റൂം എത്തി ഗായ്സ്. കുറേ നാളായി, മിസ്സായി. അങ്ങനെ ബാഗൊക്കെ വെച്ചു. നേരെ ഞാൻ പോയത് എൻ്റെ ബാത്റൂമിലേക്കാണ് കേട്ടോ. ബാത്റൂം ഡ്രസ്സിങ് റൂമിലേക്കാണ്. കാരണം കുറേ നാളായെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പം അവിടെ എത്തിയപ്പം തന്നെ എനിക്കൊരു ഹാപ്പിനെസ്സൊക്കെ കിട്ടി. ഈ ഏരിയ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരുങ്ങാൻ ഇഷ്ടമാണ്. ഇവിടെ വന്നിരുന്ന് ഒരുങ്ങാനും എൻ്റെ സംഭവങ്ങളൊക്കെ ഈ സൈഡിലാണ് കേട്ടോ. ഞാൻ ഈ സൈഡിലാണ് ഫുൾ എൻ്റെ ഒരുക്ക സാധനങ്ങളൊക്കെ വെക്കുന്നത്. അങ്ങനെ ബാത്റൂമൊക്കെ കണ്ട് തിരിച്ച് അവിടുന്ന് ഞാൻ ഇറങ്ങിയിട്ട് വീണ്ടും ഞാൻ ബെഡ്റൂമിൽ പോയി കുറച്ച് റെസ്റ്റ് ചെയ്ത്. അപ്പോഴാണ് എൻ്റെ ഒരു വാച്ച് മിസ്സിങ് ഉണ്ടായിരുന്നു. അപ്പോൾ വീട്ടിൽ വെച്ചേ നോക്കിയിട്ട് കിട്ടിയില്ല. അതിവിടെ ഉണ്ടായിരുന്നു, എൻ്റെ ഒരു G-Shockൻ്റെ വാച്ച്. അതിൻ്റെ ഒരു ടെൻഷൻ എനിക്ക് ഉണ്ടായിരുന്നു കേട്ടോ. വരുന്ന വഴി ഫുൾ ഇങ്ങനെ ആലോചനയായിരുന്നു. അങ്ങനെ വാച്ച് എന്തായാലും കിട്ടിയില്ലായിരുന്നു. ഭയങ്കര സങ്കടമാണ്. നല്ലതായിട്ട് ടയേർഡായിട്ടുണ്ട്. അത്യാവശ്യം നല്ലതായിട്ട് ടയേർഡായിട്ടുണ്ട്. ഇനി ഡ്രസ്സൊക്കെ മാറി ഒന്ന് ഫ്രഷ് ആയിട്ട് ഒന്ന് ഉറങ്ങണം. നല്ല തലവേദനയുണ്ട്. കുറച്ച് നേരം ഒന്ന് കിടക്കണം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അതുവരെ ബൈ ബൈ. ഞാൻ ബൈയൊക്കെ പറഞ്ഞ് പോയതാണ്. അപ്പം ഞാൻ വിചാരിച്ചു ചുമ്മാ വെറുതെ ഒരു വീഡിയോ ഒക്കെ എടുക്കാം. ഡ്രസ്സൊക്കെ മാറി ചുമ്മാ ഇങ്ങനെ താഴെ വന്നിരുന്ന് സംസാരമായിരുന്നു. അപ്പം മമ്മിയാണെങ്കിൽ പപ്പായ പുളിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. നല്ല മധുരമുള്ളതായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ച് ഇങ്ങനെ ഇരിക്കുക.